മാധ്യമങ്ങൾ അവ ചർച്ച ചെയ്യുവാൻ ആളുകളെ വിളിക്കുകയും ചെയ്യുന്നിടത്തേക്കാണ് വിദ്യാഭ്യാസം നമുക്ക് വളർന്നത്. മറിച്ച് അച്ഛനും അമ്മയും തെരഞ്ഞെടുത്ത ഒരു വധുവിനെ അല്ലെങ്കിൽ വരനെ സ്വീകരിച്ച് 60-70 കൊല്ലം ജീവിക്കുമ്പോൾ 10-32 അംഗങ്ങൾ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകുടുംബത്തിൽ പോലും മാനവൻ സ്വസ്ഥമായി ജീവിച്ചു എന്ന ചരിത്രവുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് ജനാധിപത്യവും നീതിന്യായ വ്യവസ്ഥയും വിദ്യാഭ്യാസവും പ്രതിക്കൂട്ടിൽ കയറുന്നത്. അത് അത്രയും മതിയായിരിക്കുന്നു. ബാക്കി നിങ്ങൾ വിശദീകരിച്ചു, അല്ലെങ്കിൽ എന്റെ വിഷയത്തിൽ ഞാൻ കൂടുതൽ പോകും. മൂല്യബോധം ഇവിടെയാണ് തത്വചിന്താപരമായും മനഃശാസ്ത്രപരമായും അപഗ്രഥിക്കേണ്ടത്. എവിടെയോ നമ്മുടെ മനസ്സിന്റെ അദൃഷ്ടഭാവങ്ങൾ തൃപ്തമല്ല. 2 നമ്മുടെ കൃതജ്ഞത പൂർണ്ണമല്ല. സേവനമെന്ന പദം തന്നെ ആവിർഭവിക്കുന്നത് പൂർത്തം എന്നാണ് പ്രാചീന പദം, സംസ്കൃത പദം. ഞാൻ പറഞ്ഞല്ലോ, ഒരു അതിഥി വന്ന് സ്വീകരിച്ചില്ലെങ്കിൽ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ആശ, പ്രതീക്ഷ, സംഗതം, സുഹൃതം, ഇഷ്ടം, പൂർത്തം, പുത്രൻ, പശു, ഇത്രയും നഷ്ടപ്പെടുമെന്നാണ് ആ ഗ്രന്ഥത്തിൽ പറയുന്നത്. ആശ, പ്രതീക്ഷ, സംഗതം. ഒരാശയും സാധിക്കുന്നത് സ്വന്തം കഴിവുകൊണ്ടല്ല. എത്ര പേരുടെ ആശകളെ സമഷ്ടിയിൽ സഫലീകരിക്കുമാർ വാക്കും മനസ്സും നിങ്ങൾ ഉപയോഗിച്ചു. അനേക ജന്മങ്ങളിൽ, അനേക ജനിതകങ്ങളിൽ. അതിന്റെ ആകെത്തുകയാണ് നിങ്ങളുടെ ആശകളുടെ സഫലീകരണം. ഇതാണ് പ്രാചീനം എടുക്കുന്ന മനഃശാസ്ത്രം. ഇന്ത്യൻ മനഃശാസ്ത്രം ഇതാണ്. ഇത് ശരിയാണോ എന്ന് ഒറ്റയടിക്ക് ബോധ്യപ്പെടുമോ എന്ന് നോക്കിയിട്ട് വേണം സ്വീകരിക്കാൻ. വെറുതെ സ്വീകരിക്കരുത്. ഞാൻ എത്ര ആശകളെ സഫലീകരിച്ചു സമഷ്ടിയിലേക്ക് ഞാൻ വിട്ടതാണ് എനിക്ക് തിരിച്ചു കിട്ടുക. എന്നെ കാത്തിരിപ്പുണ്ടാവും. ഇപ്പോൾ ഞാനൊരു ജനിതകത്തിൽ വന്നിരിക്കുകയാണ്. ഇനി എന്റെ മകനായി അല്ലെങ്കിൽ മകന്റെ മകനായി മറ്റൊരു ജനിതകത്തിൽ ഞാൻ വരാനിരിക്കുന്നുണ്ടാവും. ഇന്ന് ഞാനൊരു വാക്ക് പുറത്തേക്ക് വിടുമ്പോൾ ആ വാക്കിന്റെ പേരിൽ ആ ശബ്ദം അന്തരീക്ഷത്തിൽ വ്യാപിച്ച് സംവത്സരങ്ങൾ കഴിഞ്ഞ് അതിൽ പാവയ്ക്കയിലോ വെണ്ടയ്ക്കയിലോ സമൃദ്ധമായി തീർന്നു വരുമ്പോഴേക്കാണ് ഞാൻ എന്റെ മകന്റെ മകനായി ജനിക്കുന്നതെങ്കിൽ അന്ന് കഴിക്കുന്ന ഒരു വെണ്ടയ്ക്ക എന്റെ ഇന്നത്തെ വാക്കിന്റെ ഫലം, എന്റെ ഇന്നത്തെ പ്രവൃത്തിയുടെ ഫലമായി വന്നത് എന്റെ ശരീരത്തിൽ ദഹിച്ച് മസ്തിഷ്കത്തിൽ രൂപാന്തരപ്പെട്ട എന്റെ ഓർമ്മയായി പരിപാടികളായി രൂപാന്തരപ്പെടുന്ന ഒരു സമയത്ത് അന്ന് എന്റെ ദുഃഖങ്ങളും സുഖങ്ങളും ഉണ്ടാക്കുന്നത് ഞാൻ ഈ വിട്ട സാധനമാണ്. ഞാൻ വിടുന്ന ഒരു സാധനവും മറ്റൊരാൾക്ക് ഉപദ്രവകരമായി വരില്ല. അവൻ വിട്ടതൊക്കെയാണ് ഇപ്പോൾ അവൻ അനുഭവിക്കുന്നത്. അതാണ് നീതിന്യായ വ്യവസ്ഥയുടെ അന്തർധാരയായി ഭാരതീയ പൗരാണികർ കണ്ടെത്തിയത്. അല്ലെങ്കിൽ ലോകത്ത് നീതിമാനായ ഒരു ശക്തി, നീതിമാനായ ഒന്നുണ്ട് എന്ന് പറയുന്നതിന് അർത്ഥമില്ലാതെ ഞാൻ തൊടുത്തുവിട്ടാൽ ഉടനെ മറ്റുള്ളവർക്ക് ഉപദ്രവം വരും എങ്കിൽ ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ശക്തിക്ക് നീതിയില്ല എന്ന് തീർച്ചയാണ്. മൂല്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രകൃതിക്ക് സുതാര്യവും സുദൃഢവുമായ ഒരു മൂല്യം അതിന്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലോ അതിന്റെ ഈശ്വരീയമായ ചിന്തയിലോ സയൻസിലോ റിലീജിയനിലോ ഫിലോസഫിയിലോ, ഫിലോസഫി, സയൻസ്, മിസ്റ്റിസിസം, ഇത് മൂന്നായാണ് പാശ്ചാത്യ ലോകം കൊണ്ടുപോകുന്നത്. തത്വചിന്ത താത്വികവും സയൻസ് അതിന്റെ പ്രായോഗിക രംഗവും മിസ്റ്റിസിസം അതിന്റെ അനുഭൂതിയുമാണ് എന്നുള്ളതാണ്
ഭാരതീയ ചിന്തയുടെ ആധാരശില. മിസ്റ്റിക് അനുഭൂതിയിൽ നിന്നാണ് സാമൂഹ്യ സേവനങ്ങൾ മുഴുവൻ രംഗപ്രവേശം ചെയ്യുന്നത്. തത്വചിന്തയുടെ അഗാധതകളിലേക്ക് കയറിയിട്ട് വേണം ഭരണാധികാരി രംഗപ്രവേശം ചെയ്യാനെന്ന് പൗരസ്ത്യരെ പോലെ തന്നെ പ്ലേറ്റോയും ദ റിപ്പബ്ലിക്കിൽ പറയുന്നുണ്ട്. അവർക്ക് ഈ ഭാഷ മനസ്സിലാവുകയുള്ളൂവെന്നും അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്തതാണ് നാളെ രൂപാന്തരപ്പെടുന്നതെങ്കിൽ ആശകളോടുകൂടി വരുന്ന ഒരു അതിഥി, ആശകളുമായി വരുന്ന ഒരു വ്യക്തി, അവന്റെ ഒരു ആശയെ ഞാൻ നശിപ്പിക്കുമ്പോൾ, അവന്റെ ഒരു ആശയെ ഞാൻ തള്ളിക്കളയുമ്പോൾ, ഞാൻ തള്ളിക്കളയുന്നത് അവന്റെ ആശയല്ല, എന്റെ ആശയം. ആശ എന്നത് എനിക്കില്ലാത്ത ഒന്നിലുള്ള ആഗ്രഹം. പ്രതീക്ഷ എന്നത് എനിക്കുള്ളതും ഞാൻ കാത്തിരിക്കുന്നതുമായ ഒന്ന്. എന്റെ മകൻ വിദേശത്ത് പോയിരിക്കുകയാണ്. അവനെ കാത്തി ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിരിക്കുക, പ്രതീക്ഷിച്ചിരിക്കുക. ആ വിമാനം തകർന്നു പോയാൽ അവനെ എനിക്ക് കാണാനാവില്ല. അതിന്റെ തകർച്ചയും എന്റെ മകനെ കാണാതിരിക്കാനുള്ള പ്രക്രിയയും തീരുമാനിക്കുന്നത് ഈ സമഷ്ടിയിൽ ഞാൻ എത്ര പേരുടെ പ്രതീക്ഷകളെ തകർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് എന്നെ പ്രതീക്ഷിച്ച് ആരെങ്കിലും എന്തെങ്കിലും കർമ്മത്തിൽ എന്തെങ്കിലും പദ്ധതിയിൽ ഇരിക്കുന്നുവെങ്കിൽ അതിന്റെ കൃത്യനിർവഹണം എത്ര കൃത്യതയോടെ ഞാൻ ചെയ്യുന്നു അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്റെ ജനിതക മൂല്യങ്ങളിൽ ഓരോ തവണയും ആവർത്തിച്ചു വരുന്ന എന്റെ പ്രതീക്ഷകളുടെ പൂർത്തീകരണം സാധ്യമാണ്. ഞാൻ മറ്റുള്ളവരുടെ പ്രതീക്ഷയെ തകർത്ത് കളയുമ്പോൾ അത് രേഖപ്പെടുത്തുന്നത് എന്റെ മസ്തിഷ്കത്തിലാണ്, അവരല്ല. മസ്തിഷ്കം സങ്കീർണമാണ്. എന്നെ മറ്റുള്ളവർ കാണുന്ന രൂപമല്ല എന്റെ മസ്തിഷ്കത്തിലെ എന്റെ രൂപം. എന്റെ മസ്തിഷ്കത്തിൽ എന്റെ രൂപം എന്റെ കൈയുടെ സ്ഥാനത്ത് കാലാണ്. എന്റെ മസ്തിഷ്കത്തിലെ എന്റെ രൂപത്തിൽ എന്റെ ചെവിയുടെ സ്ഥാനത്ത് എന്റെ മൂക്കാവും. കൃത്യമായി എന്റെ ഈ അവയവങ്ങളെ അതേ ഘടനയോടുകൂടി മസ്തിഷ്കത്തിന്റെ പാദമില് രേഖപ്പെടുത്തി വെക്കണമെങ്കിൽ എന്റെ ജീവിതം സുതാര്യമായി. എന്റെ സുതാര്യമായതോ വികലമായതോ ആയ ഒരു ചിത്രം രേഖപ്പെടുത്തുന്നതാണ് എന്റെ മസ്തിഷ്കം. ഇതാണ് പ്രാചീനന്റെ കണക്ക്. മസ്തിഷ്കത്തിലെ ചിത്രത്തിനാണ് പ്രാധാന്യം. ഞാൻ ഓടി നടക്കുന്ന ഈ ചിത്രത്തിനല്ല പ്രാധാന്യം. എന്റെ കാലിനാണ് വേദനയെന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞാൽ അത് കാലിനാകണമെന്നില്ല, മസ്തിഷ്കത്തിലെ കാലിനാണ് വേദനിക്കുന്നത്. അതുകൊണ്ട് കാലിന് വേദനയെന്ന് ഞാൻ വാക്കാൻ പറയുന്നു. എന്റെ വേദന ചെവിക്കാണ്. ഡോക്ടർക്കും എന്നെ സഹായിക്കാനാവില്ല. മനസ്സിലാവൂ? ഇങ്ങനൊരു സാധ്യത നിങ്ങളുടെ സയൻസിൽ ചിന്തിക്കാനിടയുണ്ടോ? കൂടുതൽ പഠിച്ചു നോക്ക്. ഫിസിയോളജിയുടെ കൂടുതൽ അന്തർദൃഷ്ടികളിലേക്ക് നിങ്ങളൊന്ന് കടന്നു നോക്ക്. നമ്മളിന്ന് വൈദ്യശാസ്ത്രത്തിന്റെ ചികിത്സാ രംഗങ്ങളിലേക്ക് ചെല്ലുമ്പോൾ, എക്സ്റേ ഒക്കെ എടുക്കുമ്പോൾ സ്കാനിങ്ങിൽ കാണുന്നത് പോലും മാറി മറിയാം. ഇത്രയും സങ്കീർണങ്ങളായ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടും അതിന്റെ ഫലം വരുമ്പോഴും വീണ്ടും നമ്മെ സങ്കീർണമാക്കുന്നത് നമ്മുടെ മസ്തിഷ്കത്തിന്റെ രചനയുടെ വൈചിത്ര്യം കൊണ്ടാണ്. ഈ മസ്തിഷ്കത്തിന്റെ രചനാ വൈചിത്ര്യത്തെ വെച്ചുകൊണ്ട് നമ്മിൽ ഓരോ കർമ്മവും ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും രേഖപ്പെടുത്തി വെക്കുന്നു. അത് നമുക്ക് എടുത്തു കളയാനോ ആവില്ല. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ അത് പിന്നീട് ഒരു ആവശ്യം വരുമ്പോൾ അത് തന്നെത്താൻ കയറി വരികയോ വേറൊരാൾക്ക് റിയലൈസ് ചെയ്യാൻ കഴിയുകയോ ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാം. അത്ര സങ്കീർണമാണ് ഈ മസ്തിഷ്ക രചന, മസ്തുളങ്ക രചന. അതറിഞ്ഞു വേണം ജീവിതം തുടങ്ങാൻ. അതുകൊണ്ട് ഇതിന്റെ തത്വചിന്ത നമ്മുടെ മസ്തുളങ്കത്തിന്റെ പ്രത്യേകതയോട് ബന്ധപ്പെട്ടതാണ്. സേവനത്തിന്റെ തത്വചിന്ത അതിനെ ആ അർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ ആദ്യ ദിനം മുതൽ ദേശ്മുഖ് കമ്മീഷനും രാധാകൃഷ്ണൻ കമ്മീഷനും കോത്താരി കമ്മീഷനും
യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷനും വളരെ പ്രാധാന്യം കൊടുത്തത് ഇതിനാണ്. നടന്നില്ല എന്നുള്ളത് ഒഴിച്ചാൽ. അതുകൊണ്ട് മുമ്പ് പറഞ്ഞവരോട് സ്നേഹപൂർവ്വം അല്പം വിയോജിപ്പ് കാണിച്ചാൽ അവർ എന്നോട് ക്ഷമിക്കുമോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ വിദ്യാഭ്യാസത്തിനകത്ത് ഇതിന് സർവ്വപ്രാധാന്യം കൊടുക്കുന്ന കമ്മീഷൻ റിപ്പോർട്ടുകൾ പാസാക്കിയെടുക്കുകയും തീരുമാനമാവുകയും ചെയ്തിട്ടുണ്ട്. ചെയ്തില്ല എന്നുള്ളത് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ കാഹോളമാണ്. അതിന്റെ കാരണങ്ങളിലേക്ക് പോകാൻ എനിക്ക് വിഷയമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി സമയം കളയുന്നില്ല. എന്റെ വിഷയത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. തത്വചിന്താപരമായി നമ്മുടെ വസ്തുതംഗത്തിൽ ആശകൾ, പ്രതീക്ഷകൾ, സങ്കേതങ്ങൾ കയ്യിൽ കിട്ടിയത്. നിങ്ങളിൽ ചിലർ നല്ല വാക്കാണോ പറയുന്നത്? മുത്തും പവിഴവും ഒക്കെയാണ് ചിലരുടെ വായിൽ നിന്ന് വരുന്നത്. ചിലര് വാ തുറന്നാൽ പാമ്പും പഴുതാരയും ഒക്കെ. ശരിയല്ല. മുത്തും പവിഴവും വീഴുന്നവൻ വീട്ടിലായിരിക്കുമ്പോൾ വീട് ഗംഭീരമായി. അവനാ വീട്ടിൽ നിന്ന് വിവാഹം കഴിച്ച് വേറെത്തേക്ക് പോയാൽ അവിടെ എല്ലാ ഐശ്വര്യവും വളരാൻ തുടങ്ങും. ഇത് തളരാൻ തുടങ്ങും. അവനൊരു ഓഫീസിൽ ചെന്നാൽ ആ ഓഫീസ് ഉത്തരോത്തരം വികസിക്കും. അതിൽ നിന്ന് മാറി വേറൊരിടത്ത് ചെന്നാൽ അവിടെ നിന്നാവും. അവന്റെ മേഖലകളെല്ലാം അവൻ വിജയിപ്പിച്ചു കൊണ്ടുപോകുമ്പോൾ ഒട്ടേറെ ആളുകൾക്ക് അതിന് പറ്റാതെ വരുന്നതായി കാണാം. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എവിടെ നിന്നാണ് ഈ വാക്കുകൾ? കേനേഷിതാം വാചമിമം വദന്തി. എവിടെ നിന്നാണ് ഈ വാക്കുകൾ വരുന്നത്? കേന പ്രാണ പ്രൈതിയുക്ത. ഈ മനസ്സ് എങ്ങനെയാണ് പതിക്കുന്നത്? ഈ പ്രാണൻ എങ്ങനെയാണ് വരുന്നത്? ഒരുപാട് പഠിച്ചല്ലോ, ഒരുപാട് വിദ്യാഭ്യാസത്തിന്റെ ലോകങ്ങളിൽ ഒരുപാട് പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചു, ഒരുപാട് സിനിമകൾ കണ്ടു, ഒരുപാട് പ്രാവശ്യം TV കണ്ടു, നിങ്ങളുടെ മൊബൈലിലൂടെ ഒരുപാട് വിളികൾ വിളിച്ചു, ഒരുപാട് സുഹൃത്തുക്കൾ. നിങ്ങൾക്ക് ഇപ്പോൾ ഒരാളെ കാണണമെന്ന് തോന്നുന്നതോ, ഇപ്പോൾ ഒരിടത്തേക്ക് പോകണമെന്ന് തോന്നുന്നതോ, ഇപ്പോഴൊന്ന് വായിക്കണമെന്ന് തോന്നുന്നതോ, ഇന്ന വാക്ക് പറയണമെന്ന് തോന്നുന്നതോ ആയി വാക്ക് എവിടെ നിന്നാണ് വരുന്നത്? വാക്കിനെ ആരാണ് നിയന്ത്രിക്കുന്നത്? വാക്ക് മധുരമായിരിക്കുന്നത് എങ്ങനെയാണ്? സുനൃതം, നല്ല വാക്ക്. സമൂഹത്തിൽ നിങ്ങൾ നല്ലത് എന്ത് ചെയ്യുന്നുവോ അതിൽ നിന്നാണ് നിങ്ങളുടെ വാക്കുകൾ രൂപാന്തരപ്പെടുന്നത്. നല്ല വിചാരങ്ങളുടെയും നല്ല വികാരങ്ങളുടെയും നല്ല ചെയ്തികളുടെയും നിങ്ങളെ പ്രതീക്ഷിച്ച് മുന്നറിയിപ്പ് കൂടാതെ വരുന്നവനോടുള്ള ബഹുമാനത്തിന്റെയും അവന് ചെയ്ത സേവനത്തിന്റെയും പരിണത ഫലമാണ് ഉത്തമമായ വാക്ക് എന്നാണ് ആ ബാലനോട് അയാൾ പറഞ്ഞത്. സുനൃതം. മതപരങ്ങളായ യാഗങ്ങൾ, യജ്ഞങ്ങൾ, എല്ലാ മതങ്ങളും അഗ്നിയെ പൂജിക്കാറുണ്ട്. അഗ്നി മനുഷ്യന്റെ സ്വാധിഷ്ഠാനത്തിൽ ഇരിക്കുന്നതാണ്. അത് തന്നെയാണ് ബാഹ്യമായ അഗ്നി ജ്വലിപ്പിച്ച് യജ്ഞമായി ചെയ്യുന്നത്. യാഗങ്ങൾ ലോകത്തിൽ ഏതെല്ലാം മതങ്ങൾ ആവിർഭവിച്ചിട്ടുണ്ടോ അവയ്ക്കെല്ലാം ഉണ്ട്. ഓരോന്നിന്റെയും സങ്കേതങ്ങൾക്ക് അതാത് ദേശത്തിന്റെയും അതാത് കാലത്തിന്റെയും അതാത് വ്യക്തിയുടെയും ഭേദങ്ങൾ ഉണ്ടാവാം എന്നത് സമ്മതിക്കുമ്പോഴും അവയുടെ സത്ത ഏകമായിരിക്കുന്നു എന്നുള്ളത് പ്രത്യേകതയാണ്. യജ്ഞങ്ങൾ എല്ലാ മതങ്ങൾക്കും ഉള്ളതാണ്. ആ യജ്ഞങ്ങൾ വിജയിക്കണമെങ്കിൽ ആ യജ്ഞ ഹവിസ് നിങ്ങളെയും കൂട്ടിക്കൊണ്ട് ആ ഉന്നത ലോകങ്ങളിൽ ചെല്ലണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിലുള്ള ഒരു ജീവിയുടെ പോലും ദുഃഖത്തിന് കാരണമായിട്ടില്ല. ഒരു ജീവിയെ എങ്കിലും ദുഃഖിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യജ്ഞ ഹവിസ് നിങ്ങളെയും കൂട്ടി ആ സ്വർഗലോകത്തെത്തുക. ആനന്ദത്തിന്റെ ലോകത്തേക്ക് അഗ്നി നിങ്ങളെയും കൂട്ടി യാത്ര ചെയ്യുന്നത് നിങ്ങളുടെ പൂർവ്വ കർമ്മങ്ങളുടെയും വാക്കുകളുടെയും ഒക്കെ ഫലമാണ്.
ഇഷ്ടം എന്നാണ് അതിന് പറയുന്നത്. പൂർത്തം, അതാണ് സേവനം. വഴിയമ്പലങ്ങൾ, തണ്ണീർപ്പന്തലുകൾ, ഇവയൊക്കെ നിർമ്മിക്കുന്നത് പൂർത്തധർമ്മമാണ്. കുറച്ച് ദാഹജലം കൊടുക്കുക, ആതുരാലയങ്ങൾ ഉണ്ടാക്കുക, പൂർത്തധർമ്മമാണ്. വിദ്യാഭ്യാസത്തിന്റെ ആധുനിക മുന്നേറ്റത്തിൽ പൂർത്തകർമ്മങ്ങൾ വ്യാവസായിക താല്പര്യമായിരിക്കണമെന്ന് പതുക്കെ പതുക്കെ വളർന്നു വരികയാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സേവനത്തെ വിദ്യാഭ്യാസത്തിന്റെ പ്രമുഖ ശാഖയിൽപ്പെടുത്തി പഠിപ്പിക്കാൻ തുടങ്ങിയതോടുകൂടി അതിൽ പഠിപ്പ് നേടാൻ നമ്മൾ വന്നതോടുകൂടി സേവനം അർഹിക്കുന്നവൻ ക്ലൈന്റ്. അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല, കാരണം അതിനൊരു വിഷയം പിന്നീടുള്ളത് കൊണ്ട് അതില് പരിനിഷ്ണാതയായ ഒരു അമ്മ നിങ്ങളോട് സംസാരിക്കും. അതുകൊണ്ടത് ഞാൻ അങ്ങോട്ട് കൂടുതൽ പോകുന്നില്ല. എങ്കിലും എനിക്കതിന്റെ ഒരു ഭാഗം നിങ്ങളോട് പറയേണ്ടത് ആവശ്യമായി വരുന്നത് കൊണ്ട് പൂർത്തകർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വാങ്ങാൻ വരുന്നവൻ ക്ലൈന്റാണ്, അത് ചെയ്യുന്നവൻ ഉയർന്നു നിൽക്കുന്നവനുമാണ്. അതുകൊണ്ട് അതിന് പറ്റുന്ന കാര്യങ്ങൾ പറ്റണം എന്നുള്ളൊരു നിയമം ആധുനിക വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന തന്തുവായി വളരാനിടയായി. സോഷ്യൽ വർക്ക് എന്നുള്ളൊരു സങ്കേതം തന്നെ അതിൽ നിന്നാണ് രൂപാന്തരപ്പെട്ടത്. അതിനു മുമ്പുള്ള സങ്കേതങ്ങളിലെല്ലാം പൗരസ്ത്യ ചിന്തയുടെ ആധാരശില ദാനം എന്ന് പറയുന്നത് തിരിച്ചൊരുപകാരം ചെയ്യാൻ കഴിവില്ലാത്തവന് ദേശവും കാലവും പാത്രവും നോക്കി വലത്തെ കൈ കൊടുക്കുന്നുവെങ്കിൽ അത് ഇടത്തെ കൈ അറിയാം. കൊടുക്കുന്നത് ഒരിക്കലും നിങ്ങളുടെ ഔദാര്യമല്ല, വാങ്ങുന്നവന്റെ അവകാശമാണെന്ന പൂർണ്ണ ചിന്തയിൽ കൊടുക്കുന്നത് മാത്രമാണ് ദാനമല്ലെങ്കിൽ സേവനം. ഈ നിർവചനം ആധുനിക ലോകത്ത് മാറിപ്പോയി. ഇത് നിങ്ങളുടെ അദൃഷ്ടങ്ങളുടെ കണക്കിൽ പെടില്ല. ആധുനിക സേവനങ്ങളൊന്നും ദൃഷ്ട കണക്കുകളിൽ പെടും. ദൃഷ്ടങ്ങളായ കണക്കുകളിൽ പെടുന്ന ഒന്നും ചരിത്രാതീതവും കാലാതീതവും ദേശാതീതവും വ്യക്തിയതീതവുമായ അദൃഷ്ടത്തിന്റെ കണക്കിൽ കൊള്ളില്ല. ഇതാണ് ഇതിന്റെ അന്തസ്സം, ഇതാണ് ഇതിന്റെ തത്വചിന്ത. സേവനം എന്നത് എനിക്ക് അജ്ഞേയമായ എന്റെ അദൃഷ്ടത്തിന്റെ പൂർത്തീകരണത്തിനാണ്. ലോകത്തിൽ എന്തെല്ലാം ശാസ്ത്രങ്ങൾ എത്ര സങ്കേത ജടിലങ്ങളായി ഉണ്ടായാലും മനുഷ്യബുദ്ധിയുടെ രംഗവേദികൾക്കപ്പുറത്ത് മറഞ്ഞു നിൽക്കുന്ന ഏതോ സങ്കേതങ്ങളുണ്ട്. അതിനു മുന്നിൽ അവൻ നമ്മൾ ശിരസ്കനായി നിന്ന് ഈ സമഷ്ടിയെ മുഴുവൻ ഈശ്വരനായി കണ്ട് നന്മ ചെയ്യുക മാത്രമേ വഴിയുള്ളൂ. ഈ ഒരു തലത്തിലാണ്, ഈ ഒരു തത്വചിന്തയുടെ തലത്തിലാണ് ഭാരതീയ വീക്ഷണവും പൗരസ്ത്യ വീക്ഷണവും സേവന ഉത്സുകതയെയും ചിന്തയെയും രൂപപ്പെടുത്തി. ഇത് ഗ്രീസിന് തികച്ചും അറിയുന്നതും തികച്ചും അംഗീകരിച്ചതും അരിസ്റ്റോട്ടിലിയൻ തത്വചിന്തയുടെയും പ്ലാറ്റോണിയൻ തത്വചിന്തയുടെയും അന്തരാളങ്ങളിൽ ഇതിന് നിരപേക്ഷ നിയോഗമെന്ന് രേഖപ്പെടുത്തുവാൻ മടികൂടാതെ രംഗത്ത് വന്നിട്ടുള്ളത്. അരിസ്റ്റോട്ടിൽ അതിനെ വളരെ ശക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് എ കാറ്റഗറിക്കൽ ഇംപെറേറ്റീവ്. ഞാനതിനെ മലയാളീകരിച്ചതാണ് നിരപേക്ഷ നിയോഗം. പദം ശരിയാകുമോ എന്ന് എനിക്കറിയില്ല. തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എന്റെയാണ്, അരിസ്റ്റോട്ടിലിന്റെ അല്ല. പക്ഷെ അവിടെ നമുക്ക് വളരെ ദൂരെയാണ് നാം നിൽക്കുന്നത്. പൗരസ്ത്യമോ പാശ്ചാത്യമോ ആയ സേവന രംഗങ്ങളുടെ തത്വചിന്തകൾക്ക്
അതിർവരമ്പുകൾ നിശ്ചയിക്കുമ്പോൾ നമുക്ക് പറ്റിപ്പോകുന്ന ഒരു അബദ്ധവും ഇത് തന്നെയാണ്. പ്ലേറ്റോയുടെ റിപ്പബ്ലിക്കിന്റെ 285 പേജിലാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വാങ്ങിച്ച എഡീഷന്റെ. നിങ്ങൾ വാങ്ങിക്കുമ്പോൾ എഡീഷൻ വ്യത്യാസം കൊണ്ട് പേജ് മാറിപ്പോയാൽ എന്നെ കുറ്റം പറയും. അദ്ദേഹം ഡയലക്റ്റിക്സിനെയാണ് ഈ രംഗത്ത് വെളിച്ചത്തേക്ക് കൊണ്ടുവരുന്നത്. ഭാര്യ ഭർത്താവ് ഡയലക്റ്റിക്കലാണ്. ഇന്നത് ഡയലക്റ്റിക്കലല്ല. അതാണ് നമ്മുടെ സങ്കേതങ്ങൾക്ക് വന്നുപോയിരിക്കുന്ന മാറ്റം. മസ്തുലംഗത്തോട് ചേർത്ത് വെക്കാത്ത ഇന്നത്തെ ഭാര്യ ഭർത്തൃ ബന്ധം നിങ്ങൾ വിവാഹം കഴിക്കുമ്പോഴേക്കും, നിങ്ങളുടെ മുൻപുള്ളവർ വിവാഹം കഴിച്ചപ്പോഴേക്കും ഭാര്യ ഭർത്താവ് ഡയലക്റ്റിക്കൽ എന്ന് വിളിക്കാവുന്ന അർത്ഥതലങ്ങളുള്ള രണ്ട് ധ്രുവങ്ങളല്ല. ആ രണ്ടെണ്ണം യുഗ്മകമായി ഒന്നു ചേരുന്നത് ഡയലക്റ്റിക്സിലാണ്. ഡയലക്റ്റിക്സിനെ എതിർത്തുകൊണ്ടാണ് പുതിയ സങ്കേതങ്ങളെല്ലാം രൂപപ്പെട്ടിരിക്കുന്നത്. നിയമം തന്നെ അതാണ്. Marriage is a contract between the husband and the wife. Any child who is born in the legal pendency of this contract is considered positively as the child of the husband എന്നുള്ളതാണ് മാരേജ് ലോയുടെ അന്തരാളം. അവിടെ ഡയലക്റ്റിക്സ് ഇല്ല. Whereas Christian marriage, Hindu marriage ഒക്കെ നിങ്ങൾ എടുത്താൽ ഐ ഓഫ് ദ സോൾ എന്ന് പ്ലേറ്റോ വിളിക്കുന്ന ഡയലക്റ്റിക്കലാണ്. അത് തുണി മാറുന്ന പോലെ മാറാൻ പറ്റുന്നതല്ല. അതിന്റെ സങ്കേതങ്ങൾ മസ്തുലംഗത്തിന്റെ അന്തരാളങ്ങളിൽ വരെ ഭാവചലനങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഭാവങ്ങളെ നിങ്ങൾക്ക് മാറ്റിക്കളയാൻ പറ്റില്ല. ദ്രവ്യങ്ങളെ നിങ്ങൾക്ക് മാറ്റാം. ദ്രവ്യങ്ങളുടെ കൊടുക്കവാങ്ങലുകളല്ലത്. അതിനാൽ ഡയലക്റ്റിക്കൽ എന്ന് വിളിക്കുന്ന an eye of the soul, ആത്മാവിന്റെ ചക്ഷുസ്, അത് വ്യാസന്റെയും മറ്റും പ്രാചീന സാഹിത്യത്തിലൂടെ നിങ്ങൾ സഞ്ചരിച്ചു. അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുക. ഞാൻ വീണ്ടും അതിലൂടെ ദീർഘദൂരം പോകുന്നില്ല. ആ ഡയലക്റ്റിക്കൽ എന്ന് വിളിക്കാവുന്ന ഭാവമാണ് സേവനത്തിന്റെ തത്വചിന്ത കരിഞ്ഞാൽ മനഃശാസ്ത്രം. ഒന്നാമത്തത് സേവനത്തിന്റെ തത്വചിന്ത, രണ്ട് സേവനത്തിന്റെ മനഃശാസ്ത്രം. മനസ്സ് പണത്തിലല്ല തൃപ്തമാവും. പണത്തിൽ ആഗ്രഹം തോന്നി നിങ്ങൾ എത്ര പണമുണ്ടാക്കിയാലും, എത്ര ആവേശത്തിൽ ഉണ്ടാക്കിയോ അതിനേക്കാൾ ആവേശത്തിൽ ഇതൊരു ദിവസം മനസ്സിന്റെ തൃപ്തിക്ക് വലിച്ചു. തുടക്കത്തിൽ അതിനുവേണ്ടി ഉണ്ടാക്കിയ ആദ്യം മുതൽ ആനന്ദിക്കാം. ഇല്ലെങ്കിൽ വയസ്സുകാലത്ത് ഇത് മുഴുവൻ വലിച്ചെറിഞ്ഞാലും ആനന്ദിക്കാതിരിക്കാം. അങ്ങനെ ഈ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായത്, നമ്മളീ നിൽക്കുന്നതും ഉണ്ടായത് അങ്ങനെ തന്നെ. അതിന്റെ നെറുകയിൽ നിന്നുകൊണ്ടാണ്, നെറുകാന്ന് പറയാമെന്ന് തോന്നുന്നു അല്ലേ? ആ തപസ്സായോണ്ട് അതിന് നെറുകാന്ന് പറഞ്ഞു. കാരണം മോളിലൊരു മേലാപ്പിട്ടിട്ടുണ്ട്, തലമുടി അവിടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതിന്റെ നെറുകയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് തന്നെ. ഇന്ത്യയിലെ ഓരോ ആധുനിക ക്ഷേത്രങ്ങൾക്കും, പ്രാചീനമല്ല, ഓരോ ആധുനിക പള്ളികൾക്കും, ഓരോ ആധുനിക സാമൂഹ്യ സേവന പ്രസ്ഥാനത്തിലും ഓരോ സന്യാസിയുടെയും ഓരോ ബ്രഹ്മചാരിയുടെയും ഓരോ മതനേതാവിന്റെയും ശരീരത്തിലെ രക്തത്തിനും വരെ ഈ പണത്തിന്റെ കണക്ക് പറയാനുണ്ടാവും. ഏത് പണത്തിന്റെ? ചെറുപ്പത്തിൽ ധാരാളമായി പിടിച്ചു വലിച്ചു വെച്ചതും അവസാനം ഇത് വാരിക്കൊടുത്ത് ആനന്ദം കിട്ടാൻ ഇവരെയൊക്കെ പോയി വാരിക്കൊടുത്ത് നമസ്കരിച്ചതുമായ പണത്തിന്റെ കണക്ക്. അത് മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് ഇതിന്റെ മനഃശാസ്ത്രം മനസ്സിലാവും. ഞാൻ വേറെ ഒന്നും പറഞ്ഞു തരേണ്ടതില്ല, പ്രായോഗികമാണ്. അപ്പോഴും
മനസ്സിൽ നിന്ന് താൻ പ്രതിനിധാനം ചെയ്യുന്ന സമഷ്ടിയെ ഉൾക്കൊള്ളുന്ന ഭരണ സംവിധാനത്തെ, അതും രാജഭരണത്തിൽ നിന്ന് ജനകീയമായി രൂപപ്പെട്ട ജനാധിപത്യ ഭരണത്തെ അംഗീകരിക്കുവാൻ ആ സമയത്ത് പോലും ഇഷ്ടപ്പെടുന്നില്ല എന്നും അവർ കാണിക്കുന്നു. നിങ്ങളും നാളെ അങ്ങനെയാണ് കാണിക്കുക. കാരണം ആ പണവുമായി പോകുമ്പോൾ ആദ്യം അന്വേഷിക്കുക ATG ഉള്ള സ്ഥാപനം ഏതാണ്, 35 AC ഉള്ള സ്ഥാപനം ഏതാണ്. ഗവൺമെന്റിന് കൊടുക്കാതെ കൊടുക്കാൻ പറ്റുന്ന സ്ഥാപനം ഏതാണ്, കൊടുക്കാനാണ് ഏതായാലും അവർക്കുള്ളത് അവർക്ക് ഇരുന്നോടെ എന്നല്ല. അതിന് അവിടെ ഇരിക്കുന്നവൻ ഇതിനെയും കൂടെ പിടിക്കാൻ എന്താണ് നിയമനിർമ്മാണം ചെയ്യാവുന്നത്, കോലാഹലങ്ങളില്ലാതെ എന്ന് അവനും ആലോചിക്കാം. മേടിക്കുന്നവൻ ഇവനോട് സത്യസന്ധത പുലർത്താൻ പറയുന്നില്ലാതെ അതിനെ മറികടക്കാൻ എങ്ങനെ സംഘടിതമായി ഗവൺമെന്റിന്റെ മേൽ സ്വാധീനം ചെലുത്തി അത്തരം സ്ഥാപനങ്ങൾക്ക് ടാക്സ് വരാതിരിക്കാൻ നോക്കാമെന്ന് ചിന്തിക്കുക. എന്നിട്ട് ഈ ഒട്ടകത്തിന്റെ സൂചിപ്പുഴയിലൂടെ എല്ലാവരും സ്വർഗരാജ്യത്ത് പ്രവേശിക്കുവാൻ കിണഞ്ഞു പരിശ്രമിക്കുക. ഒട്ടകം സൂചിപ്പുഴയിലൂടെ പോയാലും ഇവൻ കടന്നുപോകില്ലെന്ന് ആ ദിവ്യോദാരനായ മനുഷ്യൻ പറഞ്ഞു. പക്ഷെ സൂചിപ്പുഴയിലൂടെ ഞങ്ങൾ പോകുമടാ എന്ന് അവനെ ധിക്കരിച്ചുകൊണ്ട് പറയുകയാണ് ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ മനഃശാസ്ത്രം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സ് എന്ന് പറയുന്ന ഒരു സാധനം സങ്കല്പ വികല്പാത്മകമാണ്. മനസ്സിനെ പല ദിശകളിൽ നോക്കാം. മനസ്സിന്റെ ഇരിപ്പിടം ഹൃദയമാണെന്നാണ് പ്രാചീനരിൽ അധികം പേരും പറഞ്ഞിട്ടുള്ളത്. മതങ്ങളെല്ലാം പറയുന്നത് മനസ്സിന്റെ ഇരിപ്പിടം ഹൃദയമാണ്. നിങ്ങൾ കേട്ടിട്ടുള്ളതും അങ്ങനെയായിരിക്കും. ശരിയാണ്. ഹൃദയമെന്ന് കോശങ്ങളിൽ മനസ്സിന് പര്യായവുമുണ്ട്. സ്വന്തം, ഹൃന്മാനസം, മന. മനസ്സിന്റെ ഇരിപ്പിടം മസ്തുളങ്കമാണെന്ന് ആദ്യമായി ലോകത്തോട് പറഞ്ഞ പ്രതിഭാശാലി ഏറ്റവും പ്രാചീനനാണ് ഹേളനാണ്. ഹേള സംഹിതയിലാണ് ആദ്യത്തെ ഈ സന്ദേശമുള്ളത്. മസ്തുളങ്കമാണ് മനസ്സിന്റെ ഇരിപ്പിടം. അത് സങ്കല്പങ്ങളുടെയും വികല്പങ്ങളുടെയും ആകത്തുകയാണ്. എന്ത് ചെയ്താലും സങ്കല്പമുണ്ടാവും, വികല്പമുണ്ടാവും. ഒരേ സമയത്തുണ്ടാവും ചെയ്യണം ചെയ്യരുത്. സങ്കല്പവും വികല്പവും ഉണ്ടോ? ഇല്ല. സങ്കല്പങ്ങളും വികല്പങ്ങളും ഉണ്ടോ നിങ്ങളുടെ കുട്ടികൾക്ക്? ഉണ്ടോ? ഉണ്ടെങ്കിൽ മനസ്സുണ്ട്. ഇങ്ങനൊരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ മനസ്സ് എവിടെ നിന്നാണ് കാര്യങ്ങളെ ഉൾക്കൊള്ളുന്നത്? ഞാൻ നിങ്ങൾ ഇപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾ കേൾക്കുന്നു, ഞാൻ പറയുന്നു. ഇത് കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് ഇതുപോലെ പറയാൻ. പറഞ്ഞ് ജീവിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. മനസ്സിലായില്ല? ഞങ്ങൾക്ക് ഒരുമാതിരി പ്രഭാഷണ തൊഴിലാളികളാണ്. അതൊരു തൊഴിലാണ്, മാന്യമായ തൊഴിലാണ്. നല്ല വസ്ത്രം, നല്ല വണ്ടി, ചെല്ലുന്നിടത്തൊക്കെ ബഹുമാനം. ചെല്ലുമ്പോൾ വേണ്ട പോലെ ബഹുമാനിച്ചില്ലെങ്കിൽ ആളുകളുടെ മേൽ കുതിര കയറാനുള്ള ഒരു സ്വാതന്ത്ര്യം. താലമൊക്കെ ആയിട്ട് നിൽക്കുന്നവർ ഞങ്ങൾ വിചാരിച്ച പോലെ നിന്നില്ലെങ്കിൽ ഞങ്ങളെ കാണുമ്പോഴേ തന്നെ പേടിച്ചാണ് സംഘാടകരൊക്കെ നിൽക്കുക. കാരണം ഞങ്ങൾക്ക് ഈ സാധനമുണ്ട്. സംഘാടകരെയൊക്കെ കൊന്നു കൊലവിളിക്കാൻ തന്നിരിക്കുന്നതാണ്. അവര് തന്നെ കാശ് കൂടെ. അവിടെ ഞങ്ങൾക്ക് എന്ത് ചെയ്തിട്ടോ അവിടെ ഭയന്നാണ് സംഘാടകർ എപ്പോഴും ഇരിക്കുക. അടുത്ത വാക്ക് എന്തായിരിക്കും വരിക? അങ്ങനെയുള്ളൊരു സാധനമാണ്. ഞങ്ങൾ കഴിക്കുന്നതൊന്നും ഞങ്ങളുടെ വേർപ്പല്ല. നിങ്ങളുടെ പണി പഠിക്കലാണ്. 2.5 വയസ്സിൽ തുടങ്ങിയതാണ് ഈ പണി. ശരിയല്ലേ? ശരിയല്ലേ?
ഷൂ വരെ അമ്മയോ അച്ഛനോ പോളിഷ് ചെയ്ത്. കാരണം എഴുന്നേറ്റാൽ സമയമില്ല. 4 മണിയാകുമ്പോൾ ആദ്യത്തെ ട്യൂഷൻ. രാവിലെ കുളിക്കാനും പല്ല് തേക്കാനും കക്കൂസി പോകാനും പോലും സമയം കുറവാണ്. അതിന് ചെലവൊക്കെ വേണ്ടാന്ന് നോക്കും. ശരിയല്ല, ശരിയല്ല ഞാൻ പറഞ്ഞു. അത്ര തലത്തിലൂടെ നിങ്ങളും വയർത്തിട്ടല്ല.